പിണറായി വിജയൻ ഒന്നാം ഭരണത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയന്റെ ആദ്യ ദിവസങ്ങളിൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലെ ഇടനാഴികളിൽ വേതാളങ്ങൾ ഉണ്ടായിരിക്കും, അവതാരങ്ങൾ ഉണ്ടായിരിക്കും, അവരെ സൂക്ഷിക്കണം, അവർ കുഴപ്പമാണ്, അവരായിരിക്കും ഭരണത്തെ ഇല്ലാതാക്കുന്നത്, അവർ ഒന്നിച്ചടുത്തുകൂടി മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറിയുടെയും സെക്രട്ടറിമാരെയൊക്കെ ചുറ്റും വേതാളങ്ങളും അവതാരങ്ങളും ഉപദേശക വൃന്ദവും ഉണ്ടാവും, അത് മാരീജന്മാരാണ്, അവർ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ്, അവരെ അടുപ്പിക്കരുത് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. എന്നിട്ട് പിണറായി വിജയൻ ചെയ്തതെന്താണ്? പിണറായി സ്തുതി പറയുന്നവരെ എല്ലാം ചുറ്റും നിർത്തി വേതാളങ്ങളെയും അവതാരങ്ങളെയും കുറ്റം നിർത്തി KM എബ്രഹാമിനെ പോലെയുള്ള ആളുകൾക്ക് ക്യാബിനറ്റ് പദവി ഇതുവരെ കൊടുത്തു. ക്യാബിനറ്റ് പദവി എന്ന് പറഞ്ഞാലുള്ള മെച്ചം എന്താണ്? മറ്റ് മന്ത്രിമാർക്ക് ഫയൽ അയക്കാതെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഫയൽ അയക്കാം, മറ്റ് മന്ത്രിമാർക്ക് ഫയൽ കൊടുക്കാതെ നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് ഫയൽ അയക്കാം. ആ നിലയിൽ വരെ ഫയലുകൾ വരെ അയക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ട് വലിയൊരു വേതാളത്തെ വളർത്തി. അതുപോലെ നൂറുകണക്ക് ഇടനാഴി വേതാളങ്ങൾ വളർന്നു. അങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളിൽ വേതാളത്തെയും ഒരുപാട് അവതാരങ്ങളെയും വളർത്തി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വളർത്തി. ഇങ്ങനെ വളർത്തി വെച്ചപ്പോൾ അത് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പുതിയ ഗവൺമെന്റ് ആരായാലും ഈ ഉപദേശക വൃന്ദത്തെ ഒന്ന് സൂക്ഷിക്കണം. ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവിനെ വെച്ചു, ശാസ്ത്രരംഗത്തെ മുച്ചൂടും മുടിച്ചു. വിദ്യാഭ്യാസ ഉപദേഷ്ടാവിനായിട്ട് ഒരാളെ വെച്ചു. PM ശ്രീയിൽ ക്യാബിനറ്റ് അറിയാതെ പോലും മുഖ്യമന്ത്രിയുടെ അനുവാദത്തോട് പോയി ഒപ്പിട്ടതിന്റെ മുഴുവൻ ചരട് ഭരിച്ചത് ആ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഉപദേഷ്ടാവാണ്. അതുപോലെ കുറേ ഉപദേഷ്ടാക്കൾ, മാധ്യമ ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞ് ഒരു സംഘം ആളുകളെയാണ് വെച്ചത്. സൈബർ ഉപദേഷ്ടാക്കൾ എന്ന് പറഞ്ഞും ഒരു സംഘം ആളുകളെ വെച്ചു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇനി വരുന്ന ഗവൺമെന്റ്, അത് VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും വളരെ കൃത്യമായി ഈ വേതാളങ്ങളെയും ഈ അവതാരങ്ങളെയും ഈ ഇടനാഴിയിലൂടെ വരുന്ന ഈ കറുത്ത ശക്തികളെയും നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ ഉപദേഷ്ടാക്കളുടെ രൂപത്തിൽ ഒരുപാട് വരും. പുതിയ ആശയങ്ങളെന്ന് പറഞ്ഞ് പലരും വരും, പിന്നെ പ്രോജക്റ്റുകളെന്ന് പറഞ്ഞ് പലരും. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് UDF അധികാരത്തിൽ വന്നാൽ ഹോട്ടലുകളിൽ വലിയ തിരക്കായിരിക്കും, റൂം കിട്ടാനൊക്കെ. എല്ലാവരും ഇങ്ങനെ സർക്കാരിനെ നന്നാക്കാനെന്ന് പറഞ്ഞ് കയറി വരികയും സർക്കാരിൻ്റെ ഓരോ മന്ത്രിമാരുടെ അടുത്ത് ചെന്ന് PowerPoint പ്രസന്റേഷൻസ്, വേണ്ട കോടികളുടെ പ്രോജക്റ്റുകളാണ് പറയുന്നത്. പ്രളയം വന്നപ്പോൾ ഇവിടെ 20,000 കോടി രൂപയുടെ പ്രോജക്റ്റ്, അല്ല 2 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റുകളുമായിട്ടാണ് വേൾഡ് ബാങ്ക് വന്ന്. ഇവിടെ വേൾഡ് ബാങ്ക് സെക്രട്ടേറിയറ്റിനകത്ത് ഒരു ആഫീസ് അങ്ങ് തുറന്നേ. പ്രളയം കഴിഞ്ഞപ്പോൾ റീബിൽഡ് കേരള എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിനകത്ത് ഒരു ആഫീസ് തുറന്നു. എവിടെയാണ് റീബിൽഡ് കേരള? ആ പ്രോജക്റ്റ് എവിടെ? കോടാനുകോടി രൂപയാണ് അതിന് തിന്നു മുടിച്ചത്. അണ്ടിപ്പരിപ്പ് കഴിച്ചതും തിന്നു മുടിച്ചതും യാത്ര ചെയ്തതും സെമിനാറുകളും 2000, 3000, 4000 പേജുള്ള റിപ്പോർട്ടാണ് വേൾഡ് ബാങ്കുകാർ അടിച്ച് തള്ളിക്കൊടുത്ത് കേരള ഗവൺമെന്റിന്. എന്ത് കാര്യം? എന്തെങ്കിലും സംഭവിച്ചു? സകല കൺസൾട്ടന്റുമാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരത്ത് വന്നു. IIT-കളിൽ നിന്ന് ആളുകൾ വരുന്നു, പ്രൊഫസർമാർ വരുന്നു, പിന്നെ ടെക്നോക്രാറ്റുകൾ വരുന്നു, എഞ്ചിനീയർമാർ വരുന്നു. കേരളത്തെ ഇപ്പോൾ റീബിൽഡ് ചെയ്ത് അങ്ങ് എടുക്കും. ഇവിടുത്തെ ലോക്കൽ എക്സ്പെർട്ടുകളെയോ ഇവിടെയുള്ള ലോക്കലായി കാര്യങ്ങൾ ചിന്തിക്കുന്നവരെയോ ഈ നാട്ടിലെ ജനങ്ങളോടോ ജനകീയമായ കാര്യങ്ങളോടോ പഞ്ചായത്തിലോടോ ഒന്നും ആലോചിച്ചില്ല. മുഴുവൻ തിരുവനന്തപുരത്തിരുന്നുള്ള പരിപാടിയായിരുന്നു. സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള ഹോട്ടലുകളിൽ ആളുകൾ താമസിച്ചിട്ട് എന്നും പ്രസന്റേഷൻ, PowerPoint പ്രസന്റേഷൻ, പുക. ഒന്നും സംഭവിച്ചില്ല. റീബിൽഡ് കേരളയും ഒന്നും സംഭവിച്ചില്ല. 2 ലക്ഷം കോടി രൂപയുടെ വേൾഡ് ബാങ്ക് പ്രോജക്റ്റിനൊന്നും സംഭവിച്ചില്ല. ഒരു പുണ്ണാക്കും ഇവിടെ കേരളത്തിൽ സംഭവിച്ചില്ല. റൂം ഫോർ റിവർ എന്തൊക്കെയാണ് നെതർലാൻഡ്സിൽ പോയിട്ട് വരുന്നു, റൂം ഫോർ റിവർ കാണിക്കുന്നു, എന്തൊക്കെ ജഗപുകയാണ് കാണിച്ചത്, ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് പുതിയ ഗവൺമെന്റിനോട് പറയുവാനുള്ളത്, VD സതീശനായാലും അങ്ങനെ ഒരു സാധ്യതയില്ല. പിണറായി ശൈലി അല്ലല്ലോ. മന്ത്രിമാർക്ക് സ്വാതന്ത്ര്യം കിട്ടും. കാര്യം അവർ ഘടകകക്ഷികളൊക്കെ വളരെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരാണ്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർ സർവതന്ത്ര സ്വതന്ത്രരായി പ്രവർത്തനങ്ങൾ നടത്തും. അപ്പോൾ നടത്തുമ്പോൾ അവിടെയും വേതാളങ്ങളെയും അവതാരങ്ങളെയും ഇടനാഴിയിലെ നിഴൽക്കാരെയും നിഴലൂത്തുകാരെയും കുഴലൂത്തുകാരെയും ശ്രദ്ധിക്കണം. അവർ ഇങ്ങനെ ചുറ്റും നിന്ന് തീയിടും. ആ തീയിടുന്നവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപജാപക സംഘവും ഉപദേശ സംഘവും എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഉപദേഷ്ടാക്കളെ വെക്കേണ്ടെന്നോ, ഇപ്പോൾ LDF വെച്ചതുപോലുള്ള ഉപദേഷ്ടാക്കളെ വയ്ക്കേണ്ടെന്നോ, ഉപദേശത്തിന് ആളെ എടുക്കേണ്ടെന്നോ, എക്സ്പെർട്ടുകളെ ഇന്റർനാഷണലും നാഷണലായിട്ടുള്ള എക്സ്പെർട്ടുകളെ കൊണ്ടുവരണ്ടെന്നോ, വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള ആളുകളുടെ സേവനം കേരള സർക്കാർ ഉപയോഗിക്കേണ്ടെന്നോ ഒന്നുമല്ല. എല്ലാ നാഷണൽ എക്സ്പെർട്ടുകളെ കൊണ്ടുവരണം. ലോക്കലായിട്ട് ഇവിടെ പ്രാദേശികമായിട്ടുള്ള സ്റ്റേറ്റിനകത്തുള്ള എക്സ്പെർട്ടുകൾ എടുക്കണം, നാഷണൽ ലെവൽ എക്സ്പെർട്ടുകൾ എടുക്കണം, ഇന്റർനാഷണൽ എക്സ്പെർട്ടുകൾ എടുക്കണം. ലോകത്ത് എവിടെ നിന്നെല്ലാം ആളുകളെ കൊണ്ടുവരാൻ പറ്റുമോ അവരെ എല്ലാം കൊണ്ടുവരണം. അവരുടെ സേവനമെല്ലാം എടുക്കണം, യാതൊരു തർക്കവുമില്ല. പക്ഷേ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അവതാരങ്ങളെയും വേതാളങ്ങളെയും അല്ല എടുക്കേണ്ടത്. ഗവൺമെന്റിന് വളരെ കൃത്യം നോട്ട് തരുന്ന, ഗവൺമെന്റിന് കൃത്യം ഉപദേശം തരുന്ന അങ്ങനെയുള്ള ആളുകളെയും കൂടി വച്ചില്ലെങ്കിൽ
അവർ കുറച്ച് ദിവസം ആദ്യത്തെ കുറച്ച് ദിവസം അക്കാഡമിക്കായി പ്രവർത്തിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇനി അക്കാഡമിക്കൊക്കെ മാറ്റിവെക്കാം. അവർ ഭരണിപ്പാട്ട് തുടങ്ങും. അവർ പിന്നെ വാഴ്ത്തുപാട്ട് തുടങ്ങും. അപ്പോൾ മുഖ്യമന്ത്രി മിടുക്കനാണ്, അദ്ദേഹം പിന്നെ പൊളിയാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞ് റീൽ വിട്ട് അങ്ങനെ വാഴ്ത്തുപാട്ട് തുടങ്ങി, ഭജനപ്പാട്ടും തുടങ്ങി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വാഴ്ത്തുപാട്ട് പാടും. അങ്ങനെ ഭജനപ്പാട്ട് പാടിപ്പാടിയാണ് രണ്ടാം ഗവൺമെന്റ് വന്നപ്പോൾ പിണറായിയെ ചുറ്റുരുത്തുന്നു. ഭജനപ്പാട്ടാണ്, രാവിലെ വാഴ്ത്തുപാട്ടാണ്. എബ്രഹാമും സംഘവും 200 കോടി കൊടുക്കുന്നു, അങ്ങോട്ട് പരസ്യങ്ങൾ ചെയ്യുന്നു, പാത്രത്തിൽ കൊടുക്കുന്നു, ചാനലുകളിൽ കൊടുക്കുന്നു, പിന്നെ ബസ്സിൽ ഒട്ടിക്കുന്നു, കുട്ടികളുടെ ബുക്കിൽ ഒട്ടിക്കുന്നു. വേണ്ട ബഹളമാണ്, പൂരപ്പാട്ടാണ്, ഭരണിപ്പാട്ടാണ്. കൊടുങ്ങല്ലൂർ പാട്ട് പോലെ തിത്തകം പാട്ടാണ്. ഈ തിത്തകം പാട്ട് പാടിയപ്പോൾ അതിനിടയിൽ അഡ്മിനിസ്ട്രേഷൻ മറന്നുപോയി, ബ്യൂറോക്രസി വേറൊരു ലോകത്ത് പോയി, IAS ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടായി. അവിടെ കുഴപ്പക്കാരും നല്ലവരും തമ്മിൽ അടിച്ചു പിരിഞ്ഞു. സെക്രട്ടേറിയറ്റിനകത്ത് ഹിന്ദു IAS എന്ന് പറഞ്ഞ് കുറച്ച് പേര് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഉടനെ കുറച്ച് പേര് മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഉടനെ കുറച്ചൊരു പട്ടികജാതി പട്ടികവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. വേറെ കുറച്ചൊരു നായർ ബ്രിഗേഡ് ഉണ്ടാക്കി. കുറച്ചൊരു ഈഴവ ബ്രിഗേഡ് ഉണ്ടാക്കി. കുറച്ചൊരു ക്രിസ്ത്യൻ ബ്രിഗേഡ് ഉണ്ടാക്കി. കുറച്ച് പേര് ഈഴവ ബ്രിഗേഡ് ഉണ്ടാക്കി. ആളുകൾ ഈ വാഴ്ത്തുപാട്ടല്ലേ, കാരണം ഈ പൂജയിലെ നടക്കണേ, ഈ ഹോമമാണല്ലോ. ഹോമകുണ്ടത്തിന്റെ നടുക്ക് രാജാവ് ഇരിക്കുകയാണ്. ചുറ്റും മന്ത്രിമാരും പരിവാരങ്ങളും അതുപോലെ IAS എല്ലാവരും നിന്ന് ഇങ്ങനെ ചെണ്ടയടിക്കുകയാണ്. ഒരുത്തൻ ചെണ്ടയടിക്കുന്നു, ഒരുത്തൻ ചിമില അടിക്കുന്നു, ഒരുത്തൻ പിന്നെ ഇലത്താളം അടിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഭരണവുമില്ലായിരുന്നു. പിന്നെ കുറേ വികസന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞ് കിഫ്ബിയുടെ കുറേ പൈസയും ഇട്ട് കുറേ കെട്ടിടങ്ങളും പാലവും റോഡും എന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്ത് മറിച്ചതല്ലാതെ കൃത്യമായൊരു അഡ്മിനിസ്ട്രേഷൻ, ഒരു ബ്യൂറോക്രാറ്റിക് ഡിസിപ്ലിൻ ഇല്ലാതെ പോയി. അതില്ലാതെ പോയത് ഈ വേതാളങ്ങളുടെയും അവതാരങ്ങളുടെയും കൂട്ടയടിയും കൂട്ടപ്പാട്ടും ഭരണിപ്പാട്ടും കൊണ്ടാണ്. ഒരു കാരണവശാലും അത് അനുവദിക്കരുത് പുതിയ ഗവൺമെൻറ്. ഒരു വേതാളത്തിൻ്റെ ആവശ്യമില്ല. കൃത്യം കാര്യങ്ങൾ ചെയ്തു പോയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത ഗവൺമെൻറ്റിനുണ്ട്. അതിൽ വേതാളങ്ങളെയും ഇടനാഴിക്കാരെയും എല്ലാം ഒഴിവാക്കുമെന്ന് തന്നെ നമുക്ക് കാണാം.